കിളവൻ പറഞ്ഞ ടൈം കഴിഞ്ഞല്ലോ. അതെ, ഈ ഒരു ബമ്പർ എടുക്കട്ടെ. അയ്യോ, ബമ്പർ ആണെങ്കിൽ വേണ്ട. അതെന്താ ബമ്പർ തന്നെ പിടിച്ച് കടിച്ച? ഓ, എന്ത് തന്നെ ലോട്ടറി എടുക്കാം, എനിക്കൊരു ക്വാർട്ടർ വാങ്ങിക്കൊണ്ട് തരൂ. അയ്യോ, വന്നു. അതെ, ഈ 8:30 ബസ് പോയോ? എപ്പോഴേ പോയി. ചായ കിട്ടിയില്ലല്ലോ. എന്തായിരുന്നു? നീ അല്ലടാ നാറ് കള്ള് നാറെന്ന് പറഞ്ഞ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞേ. ഇനിയിപ്പോ എന്തായാലും ഇതെല്ലാം തീരാണ്ട് ഞാൻ വരികയല്ലോ. കഴിഞ്ഞില്ലേ? ഒന്ന് പെട്ടെന്നാകട്ടെ, സമയമില്ല. ലിഫ്റ്റ് കൊടുത്തവളെ വീട്ടിൽ നീ കണ്ടോ? ആരുവാടാ അത്? സെന്റ് ജോസഫ്സ്. പോയില്ലേ? ഞാനൊരു പറമ്പിൽ ചെന്നിട്ടുണ്ടല്ലോ, നല്ലൊരു ഒത്ത തെങ്ങ് നോക്കി വെക്കും, എന്നിട്ട് ചെത്താൻ കയറുമ്പോണ്ടല്ലോ അത് മണ്ടര് കുത്തിപ്പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു അനുഭൂതി ഉണ്ടാവാറുണ്ട്. സെയിം സിറ്റുവേഷനാ ഇപ്പൊ ഒരു അനുഭൂതി ഉണ്ടാവാനല്ലേ. നീ അവിടെ കയറിയ നീ ഒന്നും ഇങ്ങോട്ട് കേറി വന്നേ. നമ്മളീ കോളേജിൽ പോണെന്തിനാ? നീ എന്നെ ഞാൻ എന്നാത്തിനായിരുന്നു? സഞ്ജയ് അറിയോ? പിന്നെ അറിയാതെ അല്ലേ? അകത്തേക്കില്ല, ഞാൻ എന്റെ കാർഡിന് ചെറിയ പണി. എടാ പോയി കളയരുത്, കാണണം. കാണും. അല്ലേ സഞ്ജയ് ആരാ? അറിയത്തില്ല, കാണാൻ പോലെ. വാടാ. അൺഫോർച്ചുനേറ്റ്ലി he is no more. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം മുതൽ ഈ കോളേജിൽ നിന്നും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത അദ്ദേഹത്തിൻ്റെ സഹോദരി മിസ് സഞ്ജന മാധവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കളറായി വന്നേനെ. എന്തിന്? ഇത് കൊള്ളാലോ. മഞ്ഞക്കിളി വീണെന്നാ തോന്നണേ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. വളരെ അൺഎക്സ്പെക്റ്റഡായി കിട്ടിയ ഒരു അവസരമാണിതെനിക്ക്. ഈ കോളേജിലെ ഓരോ ചുവരുകൾക്കും ചേട്ടനെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് നടക്കുമ്പോഴായിരിക്കും ഏട്ടൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. ഹലോ. ഫോട്ടോ എടുക്കാനാണ് ഇപ്പൊ പറ്റത്തില്ല, മഴയാണ്. മഴ പോയി വെയിലുള്ളപ്പോ ഈ മഴയും ഫോട്ടോ തമ്മിൽ എന്താ ബന്ധം? തനിക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിൽ യാക്ക് പെന്നാ. എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടേ? സമാധാനം. ഈ പെൻഡ്രൈവിലുള്ള 4-5 ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തന്നാ പറ്റില്ല. ഇല്ല പോ. പെൻഡ്രൈവ് മൊത്തം വൈറസ് ആയിരിക്കും. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇതെന്റെ പേഴ്സണൽ പെൻഡ്രൈവ് വന്നേ, സേഫ് ആയിരിക്കും. ഇതൊക്കെ താനെടുത്ത ഫോട്ടോസാണോ? താനെടുത്ത ഫോട്ടോസാണോ എന്ന്? അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് കണ്ട മനസ്സിലായിക്കൂടെ? ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞു, കല്യാണമായിരിക്കും. അത്രയ്ക്കൊന്നുമില്ല, ചെറിയ പ്രോഗ്രാംസ് മാത്രം. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. എന്നും കല്യാണവും കാതുകുത്തലൊക്കെ മതിയെന്നേ. അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഒരുത്തരും ചിന്തിക്കില്ലെന്നേ. അതിനപ്പുറത്തേക്ക് എന്താ? അതിപ്പോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം.
സിനിമ, ഫാഷൻ, ട്രാവൽ, വൈൽഡ്, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറുടെ ലോകം വളരെ വിശാലമാണ്. പിന്നെ താനെന്തൊരു സ്റ്റുഡിയോ ഇട്ട് ഇവിടെ കൂടി പോയത്? അതിപ്പോ ക്യാമറ ലൈറ്റ്സ് ഒക്കെ കറണ്ട് പോയി. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. താനൊരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് വെച്ചോ. ഞാൻ നാളെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ? പ്രിന്റ് എടുത്തിട്ട് താൻ വന്നില്ലെങ്കിലോ? അപ്പൊ എനിക്ക് ആളെ കണ്ടുപിടിക്കണ്ടേ? നോക്കട്ടെ. സൂപ്പർ ഫോട്ടോ ആണ് കണ്ടോ? എല്ലാ കാഴ്ചകളും കണ്ണുകൊണ്ട് മാത്രം കാണാതെ വല്ലപ്പോഴും ഹൃദയം കൊണ്ടും കാണാൻ ശ്രമിക്കും. ഇപ്പൊ കല്യാണത്തിനും പാലുകാച്ചലിനും വരെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അവിടെ അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടിയതും ഇപ്പം അയാളുടെ പെങ്ങളായി കുട്ടിയെന്ന് അറിഞ്ഞപ്പോഴും എല്ലാവരും നിമിത്തമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യമാണെന്റെ അച്ഛാ. ഇച്ചാച്ചൻ എങ്ങനെ മനസ്സിലായി? എടാ പിള്ളേരെ, നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള എല്ലാ ഊളകളും ഇത് തന്നെ ചിന്തിക്കുള്ളൂ. എൻ്റെ അമ്മയ്ക്കാണ് സത്യം. വാ മിച്ചറുമായിട്ടോ. ഊതാതെ പോയെ. ഹലോ, നാടകം കൊണ്ടുവന്ന് എടാ നമ്മളെ പഴയ വടകേ പ്രഭാകരനൊക്കെ ഉണ്ടോടാ? ആണോ? ആ ഞാൻ വരട്ടെ, ഞാനേ നോക്കട്ടെ കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇച്ചാച്ചൻ പറഞ്ഞ പോലെ ഒന്നല്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാന്നേ. എടാ, ഇന്ന് ആ ലിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു. അവളുടെ നമ്പർ ഞാൻ മനോവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിളിക്കാനൊരു പേടി. പേടിയോ? എന്തിനി? പേടിയുള്ളടത്ത് പ്രണയം വർക്കാവൂല. ശരി, എന്നാ വിളിച്ചാലോ? ഈ രാത്രി വേണ്ട. പ്രണയത്തിന് അങ്ങനെ രാത്രിന്നോ പകലെന്നോ ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കും. ഒറ്റ മിനിറ്റ്, പേഴ്സ് ചെതലരിച്ച് തുടങ്ങി. ഇതിന്ന് വിളിച്ചു. ഒറ്റൊരുത്തൻ തെരഞ്ഞു വന്ന് പണിയൊരില്ല. കള്ളനാ കള്ളൻ. അറിയാലോ. നാട്ടുകാരെ നിനക്ക് കിട്ടുന്ന പോലായിട്ട് അവനോട് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ആണോന്നോ? എടാ നീ കളിക്കുന്നത്? എടാ നിന്റെ കൊതി കിട്ടി വയറിളക്കം പിടിച്ച് പ്രളയം വന്ന് സർവ്വം വെച്ചാലും ഈ മിക്സി എന്നാക്കി തീരാതെ ഒരു തൊള്ളി ഇനന്ന് എല്ലാം മര്യാദ മിക്സി എന്നാക്കി സമയം ഒത്തിരി ഞാനങ്ങ് ഇറങ്ങുവാണേ. ഞാൻ നിന്നോട് പറയാതിരിക്കായിരുന്നു. സമയം കണ്ടമാനം കൊണ്ട് പോയി. അതേ തന്നെയല്ലോ. നീ നോക്കൂ, ഞങ്ങളിപ്പോ എടാ ഇത് തീർത്ത് ഞാൻ വരാടാ. പോയി വിളിക്ക്, വിജയിച്ചു. അയ്യോ വേണ്ട. കുറെ നേരമായിട്ട് വിലടിക്കുന്നുണ്ടോ? ഒരു തവണ. അയ്യോ എന്തൊരു ടെൻഷൻ. ടെൻഷൻ. അയ്യോ അയ്യോ. ഹലോ. അല്ല അറിയില്ല. എൻ്റെ അമ്മച്ചി ആ കുട്ടാ പൊട്ടാ. അയ്യോ ടെൻഷൻ. പൊട്ടാളമാണോ? അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് സഞ്ജന. യോ ഡെലിവറി. എന്താ ചെറിയ ഈ നേരത്ത്? അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറയാൻ വിളിച്ചതാ. റിപ്ലൈ ഒന്നും കണ്ടില്ല. അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്താ കാര്യം? എനിക്ക് ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്കും തന്നോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. താൻ ആദ്യം പറയുന്നോ അതോ ഞാൻ പറയണോ? ഓ സഞ്ജന പറഞ്ഞു. ഒരു പക്ഷെ എൻ്റെ തോന്നലാവാം. ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ജെറി കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് പറ്റത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കൊരാളെ ഇഷ്ടാ. ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളാ. മില്ലിലും അവിടെ ഇവിടെയൊക്കെ എൻ്റെ പുറകെ ഒരു ടീച്ചർ നാളായി. ഹലോ ഹലോ. അത് ഞാനല്ലേ? അല്ലേ? അതെ ഞാനാണ് അയാൾ. ഞാനാണ് അയാൾ.
ഡാ അന്തോണി, എന്നാ ശാലത്തെ എന്നാ ഇത് കൊള്ളാലോ. നിനക്ക് എന്നും ഇങ്ങനെയൊക്കെ നടന്നൂടെ? ഇനി എപ്പോഴും ഇങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. പേപ്പനെ നോക്കിയേക്കണേ. എന്നാ പറ്റി? അതറിയാൻ നിനക്ക് സമയമില്ലല്ലോ. പേപ്പൻ പറമ്പിൽ വീണായിരുന്നു. നടുവയ്യ 1-2 ദിവസമായി. അയ്യോ അങ്ങനെ ആ പട്ടിയും കൊണ്ട് പറമ്പിൽ നടക്കാൻ ഇറങ്ങിയതാ. അതെന്നാത്തിനെയോ കണ്ട് ചാടിയെന്നോ പേപ്പൻ എൻ്റെ പുറകെ പോയെന്നോ വീണെന്നോ ഒക്കെ എൻ്റെ അടുക്കാ പറഞ്ഞു. ആ പണ്ടാരപ്പട്ടി ഇനിയും കൊണ്ടെടുക്കട്ടെ, എന്നാലേ പഠിക്കത്തുള്ളൂ. നീ വെറുതെ അതും പറഞ്ഞ് പേപ്പനെ സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട. ഞാൻ വേഗം പോയച്ചും വരാം. അപ്പച്ചൻ്റെ വണ്ടിയുടെ ചാവി ഞാനങ്ങ് എടുക്കുവാണ്. ആ കിടന്ന് പൊളയാറാ പട്ടി, നിന്നെ ഇന്ന് ശരിയാക്കി തരാം. ശരി പിണ്ണാക്ക്.
അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു ചായ കുടിക്കാണ്ട് ഞങ്ങൾ വിടത്തില്ല അല്ലേ അച്ഛാ? അതെ അതെ, അവള് തീരുമാനിച്ചതാ. 2 മിനിറ്റ് പോരാ കേട്ടോ അച്ഛാ, 2 മിനിറ്റ്. ഓ ഓ ഓ മോണിനി എപ്പോഴാ തിരിച്ച് ദുബായിക്ക്? മിക്കവാറും ഞാൻ നെക്സ്റ്റ് വീക്ക് പോകുന്നു. എൻ്റെ സഞ്ജയ്ക്ക് നിനക്ക് ഒരേ പ്രായമാണ്. ഇനി ഒരു കല്യാണമൊക്കെ നോക്കണ്ടേ? അതും കൂടെ സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത്. തന്നോട് എന്തൊക്കെയോ കുറെ പറയണമെന്ന് കരുതി ഇവിടെ വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ഞാൻ പൊട്ടൻ. വെറുതെ ഞാൻ പോട്ടെ. സഞ്ജു, ആ നവേട്ടാ. അത് പിന്നെ തന്നോടൊരു കാര്യം. എന്താ? ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ സഞ്ജന ഉണ്ടാക്കിയതാ? മോളെ, അച്ഛൻ വന്നായിരുന്നോ? ഇനി വേണമെങ്കിൽ മോള് പോക്കോ, അച്ഛനുണ്ടല്ലോ. ഏയ് സാരല്ല. രണ്ടു ദിവസമായിട്ട് ആ ചെറുപ്പക്കാരനെ കാണുന്നില്ലല്ലോ. ആര്? ആ എന്നും പൊടിപ്പിക്കാൻ വരുന്ന ചെറുപ്പക്കാരൻ. അയാൾക്ക് പൊടിപ്പിക്കാൻ വേറെ മില്ല് കിട്ടി കാണും. ചേട്ടാ മല്ലിയൊന്ന് പിടിക്കാം. ആ ഹലോ, ഇതെവിടെയായിരുന്നു ജെറി? അത് എല്ലാം നേരിട്ട് പറയാം. നാളെ രാവിലെ 10 മണിക്ക് കാക്കവയൽ പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരണം. ഞാനവിടെ ഉണ്ടാവും. ഞാനാണ്. ജെറി, ഞാനാണ്. കഴിച്ചോ. നീ വേണ പൊക്കിയാലോ? ജോൺസിനെ ഒന്ന് ഫോൺ ചെയ്ത് പറയാം. അതിലിപ്പോൾ ഇനി നാളെ വരും. നീ ആദ്യം കോലെടുത്ത് രജിസ്റ്റർ. ഞാൻ അവരുടെ പേരെ വിളിച്ചു. നീ വിളിക്കാണ്ട് പറയാണ്ടെങ്കിൽ ഇത് നാളത്തേക്ക് ഈ ആവശ്യം വേണ്ടതിന് കുഴപ്പമില്ല.
എനിക്ക് അയാളെ ഇഷ്ടം. നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? താനെങ്ങനെയാണോ ചത്തേ? നിന്നെ ഇന്ന് ഞാൻ CI ആക്കോളാം. എപ്പോഴോ ബോധം വന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ തീർന്നെന്ന്. എന്നാലും പോയോ? ഓ അവിടെ വെക്കണോ? ഞാൻ പറയട്ടെ, പറഞ്ഞ കാര്യം മുഴുവൻ തീർന്നില്ല. ആ നിൽക്കാൻ, ഇയാൾ എന്തൊരു മനുഷ്യനാണോ ഇത്? ഇണങ്ങി പോവാണ. ഞാൻ നിന്റെ കാല് പിടിച്ച് ആന്റണി, നീ എന്നോട് ക്ഷമിക്കണം. ഞാനന്ന് കള്ളും പുറത്തറിയാതെ നിന്റെ അപ്പനെ തള്ളിയിട്ട് പോയതാ. അതിന് നീ എന്നെ ഒരു പ്രാവശ്യം തല്ലിയില്ലേ? വേണേ ഇനിയും തല്ലിക്കോ, തല്ലിക്കോ ആന്റണി. ദാസപ്പം പോയിക്കോ. പോയിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അവസാനമായിട്ട് കാണാൻ നോക്ക്. പൊക്കോ. പിന്നെ വീട്ടുകാർ ഞാൻ ചത്തതെറിഞ്ഞ് എല്ലാവരും സമാധാനിച്ചിരിക്കുകയായിരിക്കും. അല്ലേലും അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ പേരും പറഞ്ഞ പെണ്ണിനെ വിളിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നാളെ രാവിലെ 10 മണിക്ക് പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരുമെന്നല്ലേ നീ പറഞ്ഞത്? നമ്മളവിടെ പോകുന്നു, അവനെ പൊക്കുന്നു. കർത്താവേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ സഹായിക്കുന്നത് എന്തിനെന്നായിരിക്കും നീ ഇപ്പം വിചാരിക്കുന്നത്? പോകുന്നതിന് മുമ്പ് ഞാനും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യട്ടോ. എങ്ങാനും സ്വർഗം കിട്ടിയല്ലോ. ഞാനൊരാത്മാവ് ഒഴിച്ച് ബാക്കി എല്ലാരും ഫോണിലാണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും?
ആന്റണി, ആ ഞാൻ എത്ര സമയമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നറിയോ? എന്തായി? അവൻ വന്നോ? അവൻ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ആ വരട്ടെ വരട്ടെ. ആ വരുന്നുണ്ട്. ഹായ്, മനസ്സിലായില്ലേ? സുബീഷ് കുട്ടിയല്ലേ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുള്ള സഞ്ജന. തനിക്ക് ഫോൺ എങ്ങനെ കിട്ടി? ശേ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഏത് ഐസ്ക്രീം പാർലർ പോയി സംസാരിച്ചാൽ പോരെ. എന്നാത്തിനാ വെയിലുകൊണ്ട് കിടക്കാൻ നിൽക്കുന്നത്? താൻ അത് ചോദിച്ചതിന് മറുപടി പറ. ഡേ പിന്നെ മനുഷ്യനെ നേരിട്ട് മനസ്സിലാക്കുന്നതിന് കൂടുതൽ ഒരു ഫോണിലൂടെ എന്ത് മനസ്സിലാക്കാനാണ്? എവിടെ ഇനി മേലെ എന്റെ കൺവെടുത്ത് നിന്നെ കണ്ടുപോകരുത്. എടി, നീ സുബീഷിനെ തല്ലിയല്ലേ? എനിക്ക് സുബീഷ് അറിയാൻ കാണിച്ചു തരാടി. ഇവനെ കണ്ടാലേ അറിയാം ആരാ? ഇടികൊണ്ട് അച്ചാറുണ്ടെങ്കിൽ ഓടിക്കോ, വീട് മാറി ഞാൻ ഓടുവാ. വാ അരി പിടിപ്പിക്കാൻ നിന്ന എന്നെ നീ എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ കാണിച്ച പോക്കരുത്തരണ്ടല്ലോ. ലെഫ്റ്റോ റൈറ്റോ? ആ ശരി, ലെഫ്റ്റ് റൈറ്റ് അറിയണ്ടാണ്. വാ പോയി നോക്കാം. അവിടെ ഒരു മില്ല് നിർത്തിക്ക. ഇതാ ആ ഇത് പൊടിപ്പിക്കട്ടെ. നിർത്ത്, നീ ഇവിടെ ഞാൻ പൊടിപ്പിച്ചിട്ട് വരാട്ടാ. അമ്മ കൊല്ലും. നാലുമണിയാവും ഇപ്പഴാ കറണ്ട് വന്നേ. 4 മണിയാവും ഇപ്പഴാ കറണ്ട് വന്നേ. 4 മണിയാവുന്നു. എന്ത് എടാ 4 മണിയാവും പൊടിപ്പിച്ചിട്ടില്ല. നീ കേറ് കേറ്. ആ ചേട്ടൻ ഇവിടെ നിൽക്കണ്ടോ? ജീവിക്കട്ടെ, അടിക്കണ ഒരു സാധനം കൂടെ എടുക്കട്ടെ. വൈകിട്ടത്തെ പ്രതീക്ഷ എൻ്റെ 30 രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ലേ? ഹലോ 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 അതെ. എന്താ എന്താന്ന്? പൊടിപ്പിക്കാൻ 4 മണിയാവും, നേരത്തെ പറഞ്ഞാണല്ലോ. കുഴപ്പമില്ലെന്നേ, ഞാൻ കാത്തിരിക്കാം. അല്ല, കൊച്ചിവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതായത് ഞങ്ങളുടെ നാട്ടിലൊന്നും നല്ല മില്ലുകളില്ലാന്നേ, അതുകൊണ്ടാണ്. കുട്ടിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ? ഞാൻ എന്നാലും ആലോചിക്കുമായിരുന്നു, എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. താനിത് ഇങ്ങോട്ട് തന്നേ. ഇത് കുറെ നേരമായല്ലോ, പൊടിപ്പിച്ച മാത്രം പോലെ. ആ മതി, പക്ഷെ അരി നല്ല സ്മൂത്തായി പൊടിപ്പിക്കണം. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇടും. അയ്യോ അത് വേണ്ട, എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്നേ. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എനിക്കിഷ്ടമാണെന്നേ. എന്റെ വീട്ടില് തവളനെ വെച്ചിട്ടാണോ പുട്ടുണ്ടാക്കുന്നത്? നോക്കി നിൽക്കാതെ ആ മുളക് കൂടി എടുത്ത് അങ്ങ് അവിടെ 2 രാത്രി അവിടെ 2 എണ്ണം അവിടെ നോക്കി നിൽക്കാതെ തവളനെ പറക്കി തടം മാക്രി. നിന്റെ അച്ഛനോട് പോയി പറടാ, കുട്ടി മേടിക്കണ്ട, മില്ലിലൊക്കെ സർവ്വസാധാരണമല്ലേ. അങ്ങനെ മര്യാദയ്ക്ക് പറ. ഒരു തവളം കൂടി ഇറങ്ങി പോടോ. ഇരിക്കട്ടെയാണെങ്കിൽ എടുത്തു വെച്ചേക്ക്, ഞാൻ വന്നോളാം. അയ്യോ
ഒഴിക്കാൻ പറ്റില്ല. കടുക് ഓൾറെഡി പൊടിപ്പിച്ചത്. ഉപ്പ് എന്താ എന്നാടാ എന്നാ പറ്റി? ഓ ഒന്നുമില്ല, ഇവിടെ പൊടിപ്പിക്കാനൊന്നുമില്ലേ? ഗോതമ്പ് ഉണ്ടായിരുന്നല്ലോ. അതെനിക്ക് കിട്ടി. വേറെ ഒന്നുമില്ലേ? വേറെ എന്നാ പൊടിപ്പിക്കാനാ? വേറെ എന്നാ പൊടിപ്പിക്കാനാണോ? എന്നാലേ ഞാൻ പോയിച്ചും കുളിച്ചിട്ടും വരാം. പൊടിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേരെ. ഓ എന്തൊരു കഷ്ടമാണിത്. നാളെയും മറ്റന്നാളും ഞാൻ എന്തെടുത്ത് പൊടിപ്പിക്കും. ഇവനെ തന്നെ പറ്റി. നാളെ മറ്റന്നാൾ എന്തോ പഠിപ്പിക്കുന്ന കാര്യം ഇവനി പറയുന്നേ. ഏയ് ഇന്ന് പോയില്ലായിരുന്നു? ഇല്ലാന്നേ. ഇന്ന് ചന്ത ദിവസമല്ലേ? അത് ഞാൻ തീരെ മേലെ. എന്താ എന്ത് വേണം? ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട്. എന്താ കാര്യം? ഞാനിവിടെ അല്ലേ പൊടിപ്പിക്കാൻ. ആ ഇപ്പൊ വരാം. പുട്ടിനാണോ? പുട്ടിനാണോ? അതെ അതെ, പുട്ടിന് പുട്ട്. അല്ല ഇന്ന് സ്റ്റാഫ് വന്നില്ല അല്ലേ? ഓ അല്ല ഇന്ന് സ്റ്റാഫ് വന്നില്ല അല്ലേ? സ്റ്റാഫ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓ അല്ല ഇന്നലെ ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ. ആ അത് സ്റ്റാഫ് ഒന്നുമല്ല, എൻ്റെ മോളാ. ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വരും. ഓ അത് ശരി. അപ്പൊ ഇങ്ങനെ കുപ്പിയിലാക്കണം. കുപ്പിയിലാക്കാം. മോനെന്താ ആലോചിക്കുന്നേ? അല്ല ഞാൻ ഇന്നലെ പൊടിപ്പിക്കാൻ വന്നപ്പോ കാശ് കൊടുത്തോ ഇല്ലയോ എന്നൊരു എനിക്കൊരു സംശയം, ഒരു ഡൗട്ട്. ആ ദേ വരുന്നു, നേരിട്ടങ്ങ് ചോദിച്ചോ. ആര്? കാപ്പി പിടിച്ചു കഴിഞ്ഞ ഉടനെ ഗുളിക കഴിക്കാൻ മറക്കണ്ട കേട്ടോ. വലിച്ചല്ലേ? ഞാൻ വലിച്ചൊന്നുമില്ല. താൻ വലിച്ചായിരുന്നോ? മോളെ നീ ഇന്നലെ ആയിരുന്നു കാശ് വാങ്ങാൻ മറന്നായിരുന്നോ? ആൾ അതിനാ നിൽക്കുന്നേ. ഇയാള് താൻ ഇന്നലെ ഉവച്ച കാശ് തരാനുണ്ട്. കുട്ടി ശരിക്കൊന്ന് ആലോചിച്ച് നോക്കണം. മറന്നാണെങ്കിലോ? ഇല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛാ ഒരു 150 രൂപ കൂടുതൽ മേടിച്ചോട്ടോ. ഞാൻ പോവാണേ. തവള ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ. എന്നാ മോനെ, ഇന്നലത്തെ 150, ഇന്നത്തെ 100, അങ്ങനെ 250. ബാക്കി നാളെ തരാം. ബാക്കി നാളെ തരാം. മോൻ എഴുതി വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഒന്ന് പെട്ടെന്നായിട്ട് ചേട്ടാ, ഇതൊന്ന് കിട്ടിയിട്ട് വേണം കൊണ്ടുപോയി പൊടിപ്പിക്കാൻ. ഒന്നും മിണ്ടാതിരിക്കണോ? ഇതിന് വല്ല പാമ്പോ പെഴുതാറേ മറ്റാണോ? പച്ചരി, ഗോതമ്പ്, അപ്പത്തിന്, ഉണക്കമുളക്. ഗുഡ് മോർണിംഗ്. പാശിക്കാരിയാണ്. പുട്ടനാ പുട്ടന്. ഞാൻ വെറുതെ വിടുന്ന അപ്പന്നെ കരുതിയേ. ഇപ്പൊ നല്ല ഇഞ്ച പോലെ ചതക്കുന്നുണ്ടോ അറിയാമോ? കുറച്ച് വെച്ചേ. എന്റെ ചേച്ചി ഒന്ന് കരയാതിരിക്കോ? അതെനി കരഞ്ഞിട്ടില്ല. എന്നെ ഇവിടെ കൂടെ പൊട്ടൊക്കെ ചേർന്നിട്ട് ചത്തൂടായിരുന്നു. ഒന്നും മിണ്ടായിരിക്കും സുബേ. ആന്റെ അപ്പനാ ബമ്പർ അടിച്ചെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കുന്തോണ് ഇവിടെ താൻ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഈ വീടും ആ പൊട്ടക്കിണറൊക്കെ തപ്പി നോക്കി തനിക്ക് അറിയാവോ? ലോട്ടറി പോയിട്ട് ജീവിക്കാൻ മാർഗമില്ല നോക്കിട്ട് പോയത്.
ഇവളെ കൊണ്ട് ഞാൻ ചാവും. വേറെ ഒരു വഴിയില്ല. ചേട്ടാ ചേട്ടാ അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. അച്ഛൻ്റെ പൊന്നല്ലേടി. എടി തങ്കമണി, എടി മോളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടടി. എടി മോളെ, ടിക്കറ്റ് ഒന്നും ചെയ്യല്ലേ മോളെ. ഒന്ന് അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. എടി ഒന്നും ഒന്നും പറയണ. ടിക്കറ്റ് മോളുടെ കയ്യിലുണ്ട്. ആരെയും ഇച്ചിരി വിഷം പഠിച്ചതാ എല്ലാം അങ്ങ് തീരട്ടെ. അയ്യോ എന്താണോ ഇതാ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയാടാ. ഇതാ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയാ ചേച്ചി. ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറി അളിയ മുത്താണ് ചേച്ചി. നമ്മള് രക്ഷപ്പെട്ട് അയ്യോ ഞാൻ വീട്ടിൽ നോക്കട്ടാ. എല്ലാവർക്കും നാളെ എന്റെ വക ചെലവുണ്ട് കേട്ടോ. എന്റെ അവന്റെ ചക്കര് എത്ര കാട്ടുകണെങ്കിൽ മാമൻ മേടിച്ചു പോരെ. അയ്യോ എന്റെ ചേട്ടൻ പാവമാണ്. മാമാമിയുടെ പുറകിലെ ചേട്ടാ. നീ വേഗം പൊക്കോ. പോയി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർത്തോ. അവസാന ദിവസത്തേക്ക് വച്ചാ എന്നെ പോലെ കിതക്കേണ്ടി വരും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടതല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേലും ദൈവം വേറൊരാളുടെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ചില്ലേ, അതുപോലെ നിന്നെ സഹായിക്കാൻ വരും ആരെങ്കിലും. ആര് വരാൻ? ചേട്ടാ, എൻ്റെ ചേട്ടാ, 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 ആൻ്റപ്പൻ ചേട്ടാ. ചേട്ടാ, ഒരു കിലോ ഉണ്ട്. പിന്നെ കേട്ടോ അടക്കം പെട്ടെന്ന് അതേ കൊണ്ട് കളിച്ചു ഇങ്ങോട്ട് കളിച്ചു തല വിളിച്ചേ ഒരിച്ചേ ഇവിടെ അടിച്ചേ. അത് കരിങ്കല്ല കളിച്ചാനെ ഓളേട്ടനൊന്ന് മനസ്സ് വെച്ചാ ഗിരിജയിച്ച് സമ്മതിക്കും. എന്നേത്തിന് ചേട്ടാനേ തല്ലി പൊട്ടിക്കോ. ഈ തവളയെ പിടിച്ച് റെഡി വരുമ്പോഴേക്കും നേരം വിളിക്കുന്ന തോന്നുന്നത്. നമുക്ക് ഒരെണ്ണം അടിച്ചാലോടാ. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞ് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? എങ്ങോട്ട്?
ഇതെന്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഫോൺ എടുത്തേന്. ഇതിപ്പോൾ ഉറപ്പായി. പണിക്ക് പോയെടുത്ത് ഞാൻ ഫോൺ മറന്നു വെച്ചു. ഒന്നെൻ്റെ കൂടെ വരാവോ? എടാ, ഒരു ദിവസം ഫോൺ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ കുട്ടാ. കൊടുത്ത് നോക്കാം. ഇതങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് അടിച്ചേ, എന്നിട്ട് എൻ്റെ കൂടെ വാ. നീ എന്ത് കരുതി? ഒരു ഗ്ലാസ് കള്ള് തന്ന ഉടനെ ഈ ആന്റണി വീഴുവന്നോ? ഒന്ന് പതുങ്ങിയൊക്കെ കൂടി എന്നെ നശിപ്പിക്കും. ഇതൊരു മാതിരി മറ്റേ പരിപാടിയെ പോയി. എത്ര നേരമായിട്ടാ നടക്കുന്നത്? എത്തി, ഇതാ കാണുന്നത്. എത്തിയാ? ഇതെങ്ങാനും അല്ലെങ്കിൽ എൻ്റെ പൊട്ടൻ കുട്ടാ, നിന്നെ ഞാൻ കേറങ്ങോട്ട്. എന്തോ ആ ഗേറ്റ് ഒളിച്ച് മറിഞ്ഞു വീഴരുത്. പിടിക്കണം. പള്ളിയായാലും നിന്റെ പണി. നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയി പുറയിലത്തെ പമ്പ് ഷീറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വരാം. ബെസ്റ്റ്. ഞാനിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, നീയും കൂടെ പോര്. നീ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചാലോ? ആർക്ക് പേടി? പട്ടി വല്ലതും ഉണ്ടോ? പട്ടിയൊന്നുമില്ല. പണ്ട് പരിപാടിയാ.